UDF സ്ഥാനാർത്ഥി സംസാരിക്കാല്ലേ? പിന്നെ ഇപ്പോൾ ഈ കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ കേരളത്തിൽ നല്ല രണ്ട് കോൺഗ്രസിന്റെ അടിത്തറ, കോൺഗ്രസിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ, AK ആന്റണി മുൻ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ അടിത്തറ മുൻ കേരളത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നേതാവും ലീഡർ കോൺഗ്രസ് അല്ല, പിന്നെ AK ആന്റണി. ഈ AK ന്റെ മകനിപ്പോ വീട്ടിൽ നിന്ന് പോകുന്നത് ഒന്ന് BJPക്ക് വോട്ട് ചെയ്യാനും AK ആന്റണി കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ്. അതുപോലെ ലീഡർ കോൺഗ്രസിന്റെ ഉയർന്ന മുഖ്യമന്ത്രി ആയിരുന്നു ലീഡർ കരുണാകരൻ ഇപ്പോ പിന്നെ BJPയിലാണ്. എങ്ങനെ ഈ കോൺഗ്രസിനെ UDFനെ എങ്ങനെ വിശ്വസിക്കും ജനങ്ങൾ? അതുപോലെ തന്നെ ഈ പൊന്നാനി മലപ്പുറം രണ്ട് സ്ഥാനാർത്ഥികൾ അങ്ങോട്ടുള്ള മാറ്റം എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ അതിൽ കാണുന്നത്? പിന്നെ അതുപോലെ മണ്ഡലത്തിൽ ഒളിച്ചോടിയതാണോ എന്നാണോ ചോദ്യം? UDF ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ അങ്ങോട്ടുള്ള മാറ്റം എന്ത് രാഷ്ട്രീയങ്ങൾ മനസ്സിലാക്കണ്ടേ? സ്വന്തം നാട്ടിൽ പോയി മത്സരിക്കുന്നു സാർ, അവർ രണ്ടും സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നു. അങ്ങോട്ട് മത്സരിക്കുന്നു. സ്വന്തം നാട്ടിലോട്ട് വന്നു, കോട്ടയ്ക്കിലേക്ക് പോയി. അതുപോലെ തന്നെ ഈ ഫാസിസത്തിനെതിരെ പിന്നെ പാർലമെന്റിൽ ഇടിമുഴക്കം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉള്ളൂ. ഇടതുപക്ഷ MP-മാർ അവിടെ പിന്നെ സംസാരിച്ചമാര് ഒരു ലീഗിന്റെ UDFന്റെ MP-മാർ സംസാരിച്ചിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ കുറി പറഞ്ഞ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്ന കണ്ടോടെ കൂടി ജനങ്ങൾ വിശ്വാസം എടുത്തു. ആ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പൊ അറിവില്ലാതെ ഞങ്ങളെ കേരളത്തിലെ പിന്നെ പെൻഷൻ അതുപോലെ തന്നെ GST വിഭാഗം ഒക്കെ ഞങ്ങൾ നെരുക്കാൻ, ഈ കേരള സർക്കാർ നെരുക്കാൻ BJP എന്തൊക്കെ ചെയ്തു? ഇത് പഞ്ചാബ് ഡൽഹിയിൽ നിന്നല്ല, കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരള. ഇവിടെ ഞങ്ങൾ ED മീഡിയം ഒന്ന് വന്ന ഇവിടെ ജനാധിപത്യ സംഘടന രീതിയിലുള്ള ആൾക്കാരെ ഞങ്ങൾ അത് മറക്കണം. വിവരം അറിയും ഏതാണ്? ഓക്കെ, എന്താണ് ഇവിടുത്തെ നിലപാട്? എന്താ നിലപാട്? ചേർത്ത് പിടിച്ചോ മൈക്ക്. ഞാൻ പിടിച്ചു തരാം, പറഞ്ഞോ. ബഹുമാന്യ സദസ്സിനോട് പറയാനുള്ളത്, NDA സ്ഥാനാർത്ഥി പറഞ്ഞു 410 എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കിട്ടുമെന്നും പറഞ്ഞു. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ അവസാനം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു. അതല്ലാതെ എണ്ണം പറഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ അവർക്ക് 100 സീറ്റ് പോലും തികയില്ല എന്നുള്ള ഞാൻ പറയുന്നത്. 100 സീറ്റ് ആയിക്കോട്ടെ, കാണാം. ഇവിടെ ഉണ്ടാവും, എങ്ങും പോയില്ല. ജൂൺ 4-ാം തീയതി നമുക്ക് കാണാം. ഇവിടെ ഉണ്ടാവും, മഞ്ചേരി ഉണ്ടാവും. എന്താണ് നിലപാട്? പറഞ്ഞാട്ടെ. എന്താ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് NDAയിൽ നിന്നും BJPയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇടതുപക്ഷമാണ് പിന്നെ അവരെ എതിർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശശിയേട്ടനോട് സംസാരിക്കുന്നത്. അവരുടെ സീനിയർ നേതാവായിട്ടുള്ള AK ബാലൻ സാർ ഇന്നലെ പറഞ്ഞത് എന്താണ്? അവരുടെ ദേശീയ പദവി പാർട്ടി നഷ്ടപ്പെടാതിരിക്കാൻ നിശ്ചിത വോട്ട് ശതമാനം കിട്ടുന്ന രീതിയിൽ നോക്കിക്കോളി മക്കളെ, നീരാളിക്ക് ചിഹ്നമായിട്ട് കിട്ടും, ആ ഗതി വരാതെ നോക്കിക്കോളി മക്കളെ എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് സ്വന്തം പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവര് BJPനെ എതിർക്കണായിട്ട് ആളുകളായിട്ട് ഇവിടെ എന്നുള്ളതും കോൺഗ്രസിന്റെ മയ്യത്തെടുക്കണം എന്നൊക്കെ പറയുന്നത് ഓലനല്ലേ? അല്ലാന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രബുദ്ധരായ കേരള ജനതക്ക് അത് ബോധ്യമുണ്ട് അല്ലാന്നുള്ളത്. ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞോട്ടെ. BJP പ്രതിനിധിയോടാണ് ചോദ്യം. സാർ, കേരളം സോമാലിയക്ക് സമാനമാണെന്നാണ് BJP പറയുന്നത്. അത് ശരിയാണോ സാർ? നരേന്ദ്രമോദി പറഞ്ഞു എന്നതാണ് ഇവർ പറയുന്നത്. സമാനമാണെന്ന് ആര് പറഞ്ഞു? ദേശാഭിമാനി വായന നിർത്തണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ എത്ര കാലമായി ഒരാളെ പോസ്റ്റ് ചെയ്തിട്ട് എത്ര തൊഴിലുണ്ടാക്കുന്ന നിങ്ങൾ പറഞ്ഞത്? ആർക്ക് വേണ്ടി? 2 കോടി തൊഴിലെന്ന് പറഞ്ഞു. ഓരോ കുട്ടിയെങ്കിലും നിങ്ങൾ നിയമിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേ ഒരു നിയമനം നടത്തിയിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേയിൽ കഴിഞ്ഞ 15 ദിവസം മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 36 പുതിയ സ്റ്റേഷനുകൾ. അത് സ്വകാര്യ മേഖലയോ? സാർ എന്തായി പറയണത്? 36 പുതിയ സ്റ്റേഷനുകൾ നവീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ പറയട്ടെ ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മനസ്സിലാക്കൂ, ഇന്ത്യൻ റെയിൽവേയിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാരനും ആളുകൾക്കും ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ. ഒരു പദ്ധതി ഞാൻ പറയാം. പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി സാർ. BSNL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിട്ട് തുലച്ചില്ല സാർ. പറയാൻ അനുവദിക്കും. വിമാനത്താവളങ്ങൾ വിറ്റ് തുലച്ചില്ല സാർ. ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പറയാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി വിശ്വാസമില്ല.